കണ്ടുമടുത്ത കാര്യങ്ങളാണ്. അതായത് ആ സ്റ്റോറി ആണെങ്കിലും അല്ലെങ്കിലുള്ള റിവെഞ്ചിനുള്ള റീസൺസ് ആണെങ്കിൽ പോലും പല പല കാരണങ്ങളാണെങ്കിൽ പോലും നമ്മൾ കണ്ടുമടുത്ത ടെംപ്ലേറ്റ് ആണ്. ത്രില്ലറോട് ത്രില്ലർ അവന് എന്തോ പറ്റുമെന്ന് എനിക്കറിയില്ല, കിളി പോയി ആ മാതിരി സിനിമ. കുഴപ്പമില്ല, എന്നാലും ജിത്തു ജോസഫ് നമ്മൾ വിചാരിച്ചത്ര വന്നില്ല പടം. ത്രില്ലടിപ്പിച്ചു, ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. മൊത്തം ട്വിസ്റ്റ് തന്നെയാണ് പടം, പക്ഷേ അത്ര ഒരു അടിപൊളിയാട്ടോ, അടിപൊളി, സത്യമായിട്ട് അടിപൊളി. ജിത്തു ജോസഫിന്റെ വേറെ പടം, വേറെ ലെവൽ എന്ന് വെച്ചിട്ടുണ്ടല്ലോ. സത്യം ആസിഫ് അലി ആയാലും അതേപോലെ ബാലമുരളിയൊക്കെ തകർത്ത് അഭിനയിച്ചു. പിന്നെ ക്ലൈമാക്സ് ഒക്കെ വൺ സീന് സത്യം ചേട്ടാ അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടല്ലോ. പോയി തിയേറ്ററിൽ പോയിരുന്നു തന്നെ കാണുക, അടിപൊളി. ലാസ്റ്റ് വരെ ഉണ്ടല്ലോ ത്രില്ലറോട് ത്രില്ലർ അവന് എന്തോ പറ്റുമെന്ന് എനിക്കറിയില്ല, കിളി പോയി ആ മാതിരി സിനിമ. അടിപൊളി സെറ്റ് ഒട്ടും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്ടഡ് ആണ്, സൂപ്പറാണ്. ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, അടിപൊളി പടമാണ്. ഇന്റർവെല്ലൊക്കെ ഓക്കെയാണ്, പടം ഒന്ന് കണ്ടിരിക്കാം, നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, പൊളിയാണ്. എല്ലാം ടെസ്റ്റും പൊളിയായിരുന്നു, നൈസായിരുന്നു. അപർണമുരളിയാണ്, ഓക്കെയാണ്. അപർണമുരളിയാണ് എല്ലാ സിനിമയുടെ. ബ്രോ കുഴപ്പമില്ലായിരുന്നു ബ്രോ, എനിക്കൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് തോന്നി. ഭയങ്കര എക്സ്ട്രോർഡിനറി സംഭവമായിട്ടൊന്നും തോന്നിയില്ല. കാര്യം നമ്മൾ ഈ ദൃശ്യവും മെമ്മറീസും അതൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി പടത്തിൽ തോന്നിയില്ല. നമ്മൾ കണ്ടുമടുത്ത ആസ് യൂഷ്വൽ ടെംപ്ലേറ്റ് ആണ്, കണ്ടുമടുത്ത സ്റ്റോറീസ്. പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ സ്പോയിലറായി പോകും. ഒരുപാട് ട്വിസ്റ്റും ടേൺസും ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ സാധാരണ നമ്മളിപ്പോൾ നമ്മുടെ ജിത്തു ജോസഫ് സിനിമകൾ കാണുന്ന പോലെ തന്നെ ഒരു ട്വിസ്റ്റ് കഴിഞ്ഞെടുത്ത് വീണ്ടും അടുത്തടുത്ത ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. സ്ലോ പേസിലാണ് കഥ പറഞ്ഞ് തുടങ്ങിയത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്റ്റോറിയിലോട്ട് അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മളിങ്ങനെ വെറുതെ കണ്ടിരിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ അത് കണ്ട് കുറച്ച് കഴിഞ്ഞ് ഇൻ്റർവെൽ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങോട്ട് സ്പീഡായി സിനിമ, ഭയങ്കര സ്പീഡായി, ത്രില്ലിംഗ് ആയിട്ട് പോയി. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ പോലെ തന്നെ നമുക്ക് ഈ എന്താ പറയുക, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പല കാര്യങ്ങളും. നമ്മൾ കണ്ടുമടുത്ത കാര്യങ്ങളാണ്. അതായത് ആ സ്റ്റോറി ആണെങ്കിലും അല്ലെങ്കിലുള്ള റിവെഞ്ചിനുള്ള റീസൺസ് ആണെങ്കിൽ പോലും പല പല കാരണങ്ങളാണെങ്കിൽ പോലും നമ്മൾ കണ്ടുമടുത്ത ടെംപ്ലേറ്റ് ആണ്. നമുക്കൊരു പുതുമയോ ഒരു പ്രത്യേകതയോ അല്ലെങ്കിൽ നമ്മൾ ത്രില്ലേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പുതുതായിട്ട് എന്തെങ്കിലും കാണണമല്ലോ, ആ ഒരു ഇത് നമുക്ക് തോന്നിയില്ല. കണ്ടുമടുത്ത സംഭവം തന്നെയായിരുന്നു. ക്ലൈമാക്സ് ഇതുപോലത്തെ പക്കാ ത്രില്ലർ സിനിമകളിൽ എക്സൈറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ല. ഒരു ട്രേഡ് മാർക്ക് ജിത്തു ജോസഫിന്റെ ആ ഒരു ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല, അത്രേ ഉള്ളൂ. വലിയ വിചാരിച്ചത്ര ഒരു സുഖം കിട്ടിയില്ല, എന്നാലും മുഷിപ്പില്ലാതെ അങ്ങ് കണ്ടോണ്ടിരിക്കുക. സെക്കൻഡ് ഹാഫ് കാണാം, കുഴപ്പമില്ല, മുഷിപ്പൊന്നുമില്ല. അങ്ങനെ വലുതായിട്ട് ഞെട്ടിച്ചില്ല. അത് നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ തോന്നുന്ന രീതിക്കാണ് പോയിരിക്കുന്നത്. പഴയ സിനിമകൾ പോലെ തന്നെ അങ്ങനെ അത്ര ഇത് വന്നില്ല, എന്നാലും കൊള്ളാം, കുഴപ്പമില്ല. മെമ്മറീസ് ദൃശ്യം അതിന്റെയൊക്കെ അങ്ങനെയൊന്നും വരുന്നില്ല, എന്നാലും കുഴപ്പമില്ലാതെ കണ്ടോണ്ടിരിക്കാം.